ഉത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ അനിയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ അച്ഛനാണെങ്കിൽ അനിയോട് പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് നന്ദുവിന് ഇപ്പോൾ വന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ആലോചനയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ആലോചന നീയായിട്ട് മുടക്കാനായിട്ട് പാടില്ല. നിന്നേക്കാളും എന്തുകൊണ്ടും 100 മടങ്ങ് മിടുക്കനാണ് ആ നവീൻ വക്കീൽ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നീ ഇനി അവരുടെ ജീവിതത്തിലേക്ക് എങ്ങാനും എത്തി നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ തല്ലി പുറത്താക്കുമെന്ന് പറയുന്ന അജയനെ കാണാനായിട്ട് സാധിക്കും. ഈ സമയമാണെങ്കിൽ നമ്മുടെ നവ്യാണെങ്കിൽ ഇവിടെ അഭിയുടെ ഓരോരോ കാര്യങ്ങളും ചതികളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിക്കെതിരെ പോരാടാനായിട്ട് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും വിജയം കാണുക മാത്രമാണ് നമ്മുടെ നവ്യയുടെ ലക്ഷ്യമെന്ന് കാണാം. ഇവിടെയാണെങ്കിൽ നമ്മുടെ ജാനകിയുടെ അടുത്ത് അനി പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഞാൻ ഒരിക്കലും അവന്തികയെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. നന്ദുവിനെ നഷ്ടപ്പെട്ടാൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും.